അതിന് മറുപടി പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മൂന്നാം ഗഡു കൊടുക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വന്നത് അറിയില്ല ആർക്കും. മാത്രമല്ല, മൂന്നാം ഗഡു കൊടുക്കേണ്ടത് മാർച്ചിലാണോ? മൂന്നാം ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലായിരുന്നു. ആ ഡിസംബറിൽ കൊടുക്കാത്ത മൂന്നാം ഗഡു ഡിസംബറിൽ കൊടുത്തില്ല, ജനുവരിയിൽ കൊടുത്തില്ല, ഫെബ്രുവരിയിൽ കൊടുത്തില്ല. മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുവരെ കൊടുത്തില്ല. 2150 കോടി രൂപ. ആ 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കാതെ, കൊടുത്ത വർക്കുകൾക്കെല്ലാം പണം കൊടുക്കാതെ വിഷമിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം നിവർത്തികേട് കൊണ്ട്, നിങ്ങളുടെ ബജറ്റിലെ പാളിച്ച കൊണ്ട്, നിങ്ങളുടെ പ്ലാനിലെ പാളിച്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് 1533 കോടി രൂപ കുറയ്ക്കേണ്ടി വന്നതിനെയാണ് വിമർശിക്കുന്നത്. തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾക്ക് ധനവിനിയോഗത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു എന്നത് അറിയാത്തയാളല്ല മുഖ്യമന്ത്രി, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 10,189 കോടി രൂപയാണ് പ്ലാനിൽ വകയിരുത്തിയിരുന്നത്. ഈ ബജറ്റിനെതിരെയോ ഈ സർക്കാരിനെതിരെയോ അല്ല എന്ന് ഞാൻ പൂർണ്ണമായി വിശ്വസിക്കുന്നു. അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ കഴിഞ്ഞ സർക്കാരിനെതിരെയും കഴിഞ്ഞ ബജറ്റിനെതിരായിട്ടുമാണ്. കാരണം ഈ ബജറ്റിൽ ഞാൻ പറഞ്ഞല്ലോ 1533 കോടി രൂപ കുറച്ചു, അല്ലേ? 2025-26 ബജറ്റിൽ അന്നത്തെ സർക്കാർ വച്ചിരുന്ന തുകയുടെ എത്രയാ കുറച്ചത്? മൂന്നാം ഗഡു കൊടുത്തില്ല. എത്രയാ മൂന്നാം ഗഡു? 2150 കോടി രൂപ കൊടുക്കാതെ പോയവരാണ് നിങ്ങൾ. എന്നിട്ട് 2150 കോടി രൂപ കൊടുക്കാതെ ഭരണം വിട്ടുപോയ ആളുകൾ 1533 കോടി രൂപ പ്ലാനിൽ കുറച്ചതിനെ ചോദ്യം ചെയ്യാൻ. എന്തൊരു തമാശയാണ്. ഇനി അതിന് മറുപടി പറഞ്ഞെന്താ? തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് മൂന്നാം ഗഡു കൊടുക്കാൻ പറ്റില്ല. തെരഞ്ഞെടുപ്പ് വന്നത് അറിയില്ല ആർക്കും. മാത്രമല്ല, മൂന്നാം ഗഡു കൊടുക്കേണ്ടത് മാർച്ചിലാണോ? മൂന്നാം ഗഡു കൊടുക്കേണ്ടത് ഡിസംബറിലായിരുന്നു. ആ ഡിസംബറിൽ കൊടുക്കാത്ത മൂന്നാം ഗഡു ഡിസംബറിൽ കൊടുത്തില്ല, ജനുവരിയിൽ കൊടുത്തില്ല, ഫെബ്രുവരിയിൽ കൊടുത്തില്ല. മാർച്ച് 16-നാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നത്. അതുവരെ കൊടുത്തില്ല. 2150 കോടി രൂപ. ആ 2150 കോടി രൂപ മൂന്നാം ഗഡു കൊടുക്കാതെ, കൊടുത്ത വർക്കുകൾക്കെല്ലാം പണം കൊടുക്കാതെ വിഷമിക്കുന്ന ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ കുറിച്ച് സംസാരിക്കേണ്ടതിന് പകരം നിവർത്തികേട് കൊണ്ട്, നിങ്ങളുടെ ബജറ്റിലെ പാളിച്ച കൊണ്ട്, നിങ്ങളുടെ പ്ലാനിലെ പാളിച്ചകൾ കൊണ്ട് ഞങ്ങൾക്ക് 1533 കോടി രൂപ കുറയ്ക്കേണ്ടി വന്നതിനെയാണ് വിമർശിക്കുന്നത്. ഇനി വേറെ ചോദ്യമുണ്ട്. സ്പിൽ ഓവർ കൊടുത്തില്ല. സ്പിൽ ഓവർ കൊടുത്തില്ല. ഈ 2150 കോടി രൂപ കൊടുത്തില്ല. ഓക്കെ, ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ? ഈ കഴിഞ്ഞ ബജറ്റിൽ ആ തുക വെച്ചിട്ടുണ്ടോ സ്പിൽ ഓവർ കൊടുക്കാൻ? വെച്ചിട്ടില്ലല്ലോ. വെച്ചിരുന്നുവെങ്കിൽ 10,183 കോടി രൂപ ഉള്ളു പ്ലാനിൽ. അതിൽ 2000 കോടി കൂടി കുറച്ചാൽ 8,000 കോടി രൂപയേ ആവുള്ളൂ കഴിഞ്ഞ പ്ലാൻ. ഈ പ്ലാൻ 8,655 കോടി രൂപ കൊടുത്തിട്ടുണ്ട്. ആ സ്പിൽ ഓവർ മാറ്റിയ ആ പ്ലാൻ 8,000 കോടിയുള്ളൂ ഈ വർഷത്തേക്ക്. കഴിഞ്ഞ ബജറ്റിൽ വെച്ചിരിക്കുന്ന പ്ലാൻ 8,000 കോടിയേ വരുള്ളൂ. 2,150 കോടി കുറച്ചാൽ അതിനേക്കാൾ കൂടുതൽ തുക 8,655 കോടി കൊടുത്തിട്ടുണ്ട്. ഇനി ഈ സർക്കാർ വന്നില്ല എന്നൊന്ന് സങ്കല്പിക്കുക. കുറച്ചു നേരത്തേക്ക് ഒരു സന്തോഷം കിട്ടുമല്ലോ. ആ സർക്കാരിന്റെ ബജറ്റ് തുടരുകയാണെന്ന് വിചാരിക്കുക. അല്ലല്ല, ഒന്ന് സങ്കല്പിക്കുക. ആ സർക്കാർ തുടരുകയാണെന്ന് വെക്കുക. തീർച്ചയായിട്ടും ഈ വർഷം ഒരു പുതിയ ബജറ്റ് ഉണ്ടാവില്ല. ആ ബജറ്റ് നടപ്പാക്കിയിരുന്നുവെങ്കിൽ, അതായത് 10,189 കോടി രൂപ ലോക്കൽ ബോഡിക്ക് അനുവദിച്ച ആ പ്ലാൻ ഈ വർഷം നടപ്പാക്കിയിരുന്നുവെങ്കിൽ, ഈ വർഷം ആ പ്ലാൻ 35,000 കോടി രൂപയുടെ ആ പ്ലാൻ നടപ്പാക്കി വരുമ്പോ 20,000 കോടി ഇല്ല. അപ്പൊ എത്ര കുറയ്ക്കേണ്ടി വരുമായിരുന്നു അറിയാമോ? 57% തുക കുറയ്ക്കേണ്ടി വരുമായിരുന്നു. ആ ബജറ്റാണ്, ആ പ്ലാനാണ് നടപ്പാക്കിയെങ്കിൽ 57% എന്ന് പറഞ്ഞാൽ എത്രയാണെന്നറിയാമോ? 5,750 കോടി രൂപ. ഇവർ നീക്കിവെച്ച 10,000 കോടി രൂപയുടെ 5,750 കോടി രൂപ
നടപ്പാക്കാതെ പ്ലാൻ കട്ട് നടപ്പാക്കേണ്ട ഗതികേടിൽ ആ ഗവൺമെന്റ് ഉണ്ടാവുമായിരുന്നു. 5750 കോടി രൂപ പോയതിന് ഞങ്ങൾ പറഞ്ഞിട്ട് പൊതുസമൂഹത്തോടും നിയമസഭയോടും എല്ലാവരോടും പറഞ്ഞ് കാര്യം ബോധ്യപ്പെടുത്തി 1533 കോടി കുറച്ചതാണ്. എന്തൊരു നിങ്ങൾ തന്നെ ഞാൻ പറഞ്ഞാൽ ഇങ്ങോട്ട് വിരൽ ചൂണ്ടുമ്പോൾ 4 വിരലും നെഞ്ചിന്റെ അകത്തോട്ടാണ് കയറിപ്പോണത്. നെഞ്ചിന്റെ അകത്തോട്ട് കയറിപ്പോവാ. പിന്നെ ഇപ്പൊ പറഞ്ഞു പട്ടികവർഗക്കാരുടെ പ്രശ്നം പറഞ്ഞു. ഒരു ബജറ്റിൽ കഴിഞ്ഞ ബജറ്റിൽ പ്ലാൻ കട്ട് എത്രയെന്ന് അറിയാമോ? പ്ലാൻ കട്ട് 500 കോടി SCയുടെ നിങ്ങളുടെ ഗവൺമെന്റ് അന്നുകൂടി അവതരിപ്പിച്ച അന്നുകൂടി മന്ത്രിയായിരുന്ന മന്ത്രിസഭ പ്ലാൻ കട്ട് SCയുടെ ഏർപ്പെടുത്തിയത് 500 കോടി, STയുടെ 112 കോടി. ഇതെല്ലാം പറഞ്ഞിട്ടാണ് ഇത് വരുന്നത്. സർ, ഇത് യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയുള്ള ബജറ്റാണ്. നമുക്ക് അത്രയും നമ്മുടെ കയ്യിൽ പൈസയുള്ള ഒരു വിഷയമുണ്ട്. ഞാനത് പറയാം. എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 16ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ പ്രകാരം ഈ റൂറൽ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കുറവാണ്. ലോക്കൽ ബോഡികൾക്കുള്ള അർബൻ ലോക്കൽ ബോഡികൾക്കുള്ള ഗ്രാന്റ് കൂടുതലായിട്ടാണ് അവർ വെച്ചിരിക്കുന്നത്. അതായത് അവര് റൂറൽ ലോക്കൽ ബോഡിക്ക് 405 കോടി രൂപയും അർബൻ ലോക്കൽ ബോഡിക്ക് 2145 കോടി രൂപയാണ് ഈ വർഷത്തെ വകയിരുത്തൽ. നമുക്ക് കേരളത്തിലെ 83% പ്രദേശവും അർബൻ ഏരിയ ആണെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തെറ്റായ കണക്കാണ് നമ്മുടെ 16ാം ധനകാര്യ കമ്മീഷൻ വെച്ചിരിക്കുന്നത്. അത് വെച്ചിട്ട് നമുക്ക് റൂറൽ ലോക്കൽ ബോഡിക്ക്, അതായത് പഞ്ചായത്തുകൾക്ക് നമുക്ക് 405 കോടിയെ കൊടുക്കാൻ പറ്റുള്ളൂ. 2145 അർബന് കൊടുക്കണം. അത് ഇംബാലൻസ്ഡ് ആവും കേരളത്തിൽ. നമ്മൾ എന്ത് ചെയ്തു? പ്രാദേശിക സർക്കാരുകൾക്കുള്ള സാധാരണ വിഹിതത്തിൽ നിന്നും 300 കോടി രൂപ മാത്രം മുനിസിപ്പാലിറ്റികൾക്കും മുനിസിപ്പൽ കോർപ്പറേഷനുകൾക്കും ജനസംഖ്യാടിസ്ഥാനത്തിൽ വിഹിതം വയ്ക്കുകയും ബാക്കി തുക മുഴുവനായി 70:15:15 എന്ന അനുപാതത്തിൽ ഗ്രാമപഞ്ചായത്തുകൾക്കും ബ്ലോക്ക് പഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും വകയിരുത്തുന്നു. തുകയുടെ കാര്യത്തിലല്ല പ്രശ്നം. ഈ ധനകാര്യ കമ്മീഷന്റെ പൈസ വരുമ്പോൾ അത് ടൈഡ് ഫണ്ടാണ്. നമ്മൾ കൊടുക്കുന്നത് പ്ലാനിൽ അൺടൈഡാണ്. ഇപ്പൊ മുനിസിപ്പാലിറ്റിക്ക് കിട്ടിയിരിക്കുന്ന മുനിസിപ്പാലിറ്റികൾക്കുള്ള പരാതി അങ്ങ് പറഞ്ഞതല്ല പരാതി, ഇതല്ല പരാതി. പൈസ കുറവല്ല, ടൈഡ് ഫണ്ട് അവർക്ക് കൂടുതലായി. അപ്പൊ അവർക്ക് കുറച്ച് ബുദ്ധിമുട്ടുകൾ, പ്രായോഗികമായ പ്രയാസങ്ങൾ ഉണ്ടാകും. അത് നമ്മൾ കേന്ദ്രവുമായി കൂടി സംസാരിച്ച് അത് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം ഉണ്ടാക്കുക. എന്ന് വെച്ചാൽ ചെലവാക്കാൻ പണം കിട്ടിയിട്ടുണ്ട്. 2 ഇതായിട്ട് സ്റ്റേറ്റ് പ്ലാനിൽ നിന്നും കിട്ടിയിട്ടുണ്ട്, ധനകാര്യ കമ്മീഷന്റെയും പൈസ കിട്ടിയിട്ടുണ്ട്. പക്ഷേ ധനകാര്യ കമ്മീഷന്റെ പണം എന്ന് പറയുന്നത് ടൈഡാണ്. അതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അപ്പൊ അത് അവർക്ക് പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ കൂടി ഗവൺമെന്റ് സ്വീകരിക്കും. അല്ലാതെ ബഹുമാനപ്പെട്ട അംഗം ഉന്നയിച്ച ഒരു കാര്യത്തിനും ഒരു പ്രസക്തിയില്ല. ഈ സഭാ നടപടികൾ നിർത്തിവെച്ച് ചർച്ച ചെയ്യേണ്ട ഒരാവശ്യം. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ചട്ടം 50 പ്രകാരമുള്ള നോട്ടീസിനുള്ള അവതരണാനുമതി നിഷേധിക്കുന്നു. സർ, വീണ്ടും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കുന്ന വിശദീകരണവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സ്പിൽ ഓവറിനെ കുറിച്ച് പറഞ്ഞ കാര്യം. അദ്ദേഹം ചോദിച്ച ചോദ്യം, കഴിഞ്ഞ ബജറ്റിൽ സ്പിൽ ഓവർ നൽകുന്നതിന് വേണ്ടി തുക വകയിരുത്തിയിരുന്നോ? അതായത് LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ ഇതിനു വേണ്ടി തുക വകയിരുത്തിയിരുന്നോ എന്നാണ്. സർ, അദ്ദേഹത്തിന് നടപടിക്രമങ്ങൾ അറിയാത്തതല്ല, നല്ല നിശ്ചയമുള്ള ആളാണ്. പക്ഷേ ബോധപൂർവം തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമമാണ്. സർ, സ്പിൽ ഓവറിൻ്റെ ഭാഗമായി തുക അനുവദിക്കുന്നതിന് പ്രത്യേകമായ വകയിരുത്തൽ ആവശ്യമില്ല. അത് അനുവദിച്ചതിന് ശേഷം പിന്നെ അധിക ഫണ്ട് അനുവദിക്കുന്ന രീതിയാണ് എല്ലാ കാലത്തും സ്വീകരിച്ചു വന്നിട്ടുള്ളത്. എന്തിനാണ് ആ രീതിയിൽ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തിയത് എന്നത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ഒരു രീതിയായിട്ടത് മാറുകയാണോ എന്ന് സംശയിക്കേണ്ടതായിട്ടുണ്ട്. സർ, ഇവിടെ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് നമ്മുടെ
മൂന്നാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാൻ കഴിയാതിരുന്നത് അത് തീർത്തും വ്യക്തതയുള്ള കാര്യമാണ്. മാർച്ചിലാണ് മൂന്നാം ഗഡു നൽകാൻ ഉദ്ദേശിച്ചിരുന്നത്. സാധാരണ നിലയിൽ സർക്കാരിൻ്റെ പ്ലാൻ ഗ്രാൻറ്റ് 3 ഗഡുക്കളായി നൽകുന്നതിനാണ് സംസ്ഥാന ധനകാര്യ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഈ മൂന്നാമത്തെ ഗഡു അനുവദിച്ച് നൽകുന്നതിന് തടസ്സമായി വന്നത് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടമാണ്. അതുള്ളത് കൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് അനുമതി ചോദിച്ചു. പക്ഷേ അനുമതി ലഭിച്ചില്ല. അതുകൊണ്ടാണ് ഈ മൂന്നാം ഗഡു അനുവദിക്കാൻ കഴിയാതിരുന്നത്. സർ, ഇവിടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഈ പറയുന്ന തുക അനുവദിക്കുന്നതിന് പ്രയാസമുണ്ടോ? കഴിഞ്ഞ സാമ്പത്തിക വർഷാവസാനം 6000 കോടിയോളം രൂപ നീക്കിയിരിപ്പുണ്ടല്ലോ. സ്വാഭാവികമായും അതിൽ നിന്ന് സ്പില്ലോവറായി മൂന്നാം ഗഡു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകാവുന്നതാണ്. ഇതേവരെ അതിന് തയ്യാറായിട്ടില്ല. സർ, അതിൻ്റെ നടപടിയാണല്ലോ സർക്കാർ സ്വീകരിക്കേണ്ടത്. സർ, ഇവിടെ 2022 ഇറങ്ങിയ സർക്കാർ ഉത്തരവ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലുണ്ടാകും. ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലെങ്കിൽ പരിശോധിക്കേണ്ടതാണ്. 19/4/2022 GOMS 84/2022/LSGD ഇതിൽ സർക്കാർ നീക്കിവെക്കുന്ന ഫണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് സാങ്കേതിക കാരണങ്ങളാൽ നഷ്ടപ്പെടരുത് എന്ന നിലപാടാണ് സ്വീകരിച്ചിരുന്നത്. സർ, അത് ഇപ്പോഴും പ്രാബല്യത്തിലുള്ള കാര്യമാണ്. അപ്പോൾ ഈ തുക സ്പില്ലോവറായി അനുവദിച്ചാൽ ഇപ്പോൾ ശ്വാസം മുട്ടി നിൽക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നേരെ ചൊവ്വേ ശ്വാസം കഴിക്കാൻ പറ്റുന്ന അവസ്ഥയാണ്. അതിനുള്ള നടപടി എടുക്കുമെന്ന് ഇപ്പോഴും അദ്ദേഹം പറയുന്നതായി കാണുന്നില്ല. സർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ധനവിനിയോഗത്തിന് വലിയ പ്രയാസം നേരിട്ടിരുന്നു എന്നത് അറിയാത്തയാളല്ല മുഖ്യമന്ത്രി. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സർ, ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, 2026 ജനുവരിയിൽ LDF സർക്കാർ അവതരിപ്പിച്ച ബജറ്റിൽ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 10,189 കോടി രൂപയാണ് പ്ലാനിൽ വകയിരുത്തിയിരുന്നത്. സർ, അതാണ് പുതുക്കിയ ബജറ്റിൽ 8,655 കോടി 45 ലക്ഷമായി വെട്ടിക്കുറച്ചത്. അദ്ദേഹം പറഞ്ഞതുപോലെ, മുഖ്യമന്ത്രി തന്നെ വ്യക്തമാക്കിയതുപോലെ 1,533 കോടി രൂപയുടെ കുറവാണ് പ്ലാൻ വിഹിതത്തിൽ വന്നിരിക്കുന്നത്. സർ, ഇവിടെ പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ പ്രശ്നം അദ്ദേഹം പറഞ്ഞു. ഇരിക്കട്ടെ, പൊതുവിഭാഗങ്ങൾക്കുള്ള പ്ലാനിൽ 1,261 കോടി 40 ലക്ഷം രൂപ ഇപ്പോൾ കുറവ് വന്നിട്ടുണ്ടല്ലോ. അത് കുറവായിട്ട് തന്നെ കിടക്കുകയാണ്. ആ കുറവ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ വല്ലാതെ ബാധിക്കുന്നതാണ്. 2011-16 ബജറ്റ് വിഹിതവും 2016-21 കാലത്തെ ബജറ്റ് വിഹിതവും 2021-26 കാലത്തെ ബജറ്റ് വിഹിതവും പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് LDF സർക്കാർ എന്തോ വല്ലാതെ കുറവ് വരുത്തി എന്നൊരു ധ്വനിയിൽ അദ്ദേഹം സംസാരിച്ചല്ലോ. സർ, 2011-16 കാലത്ത് UDF സർക്കാരായിരുന്നു. ആ കാലത്ത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് 5 വർഷത്തെ പ്ലാൻ സൈസ് 83,020 കോടി രൂപയായിരുന്നു. അന്ന് ചെലവാക്കിയത് 78,275 കോടി രൂപ.
അതായത് 94.28%. സർ, 2016-21 കാലത്ത് 1,37,870 കോടി രൂപ വകയിരുത്തി. 1,41,074 കോടി രൂപ ചെലവാക്കി. സർ, എത്രയാ ശതമാനം? 102.32%. ഇതാണ് വ്യത്യാസം. അപ്പോൾ ബജറ്റ് വിഹിതത്തേക്കാൾ 3,204 കോടി രൂപ അധികമായി ചിലവാക്കി എന്നർത്ഥം. ഇനി കഴിഞ്ഞ 5 വർഷം 2021-26 1,51,220 കോടി രൂപയായിരുന്നു. അതിൽ ചെലവ് ചെയ്തത് 2,04,911 കോടി രൂപ എന്ന് പറഞ്ഞാൽ 135.5%. ഇതാണ് LDF കാലം. വകയിരുത്തിയതിനേക്കാളും കൂടുതൽ ചെലവിടുകയായിരുന്നു. ഇതെന്തുകൊണ്ടാണ് കഴിഞ്ഞത്? ഈ പറഞ്ഞ എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് സ്പിൽ ഓവറായിട്ട് പിന്നീട് അനുവദിച്ചിരുന്നു. അത് പിടിച്ചു വച്ചിട്ടില്ല, അത് കട്ട് ചെയ്തിട്ടില്ല. അത് പൂർണ്ണമായിട്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അനുവദിക്കാൻ കഴിഞ്ഞിരുന്നു. അപ്പോൾ തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് നല്ല രീതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു. ഇപ്പോഴത്തെ അവസ്ഥയിൽ വലിയ മരവിപ്പ് തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് അനുഭവിക്കേണ്ടി വരികയാണ്. സർ, ഇവിടെ റവന്യൂ കമ്മി ഗ്രാൻഡ്, റവന്യൂ ഡെപ്പോസിറ്റ് ഗ്രാൻഡ്, അത് ലഭിക്കാത്തതിൻ്റെ കുറവും അതിൻ്റെ ഭാഗമായി പ്ലാൻ സൈസിൽ വന്ന കുറവും അദ്ദേഹം പറയുകയുണ്ടായി. സർ, 2024-25, 2025-26, 2026-27 ഈ വർഷങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തിന് റവന്യൂ കമ്മി ഗ്രാൻഡ് ലഭിച്ചിരുന്നില്ല. ആ റവന്യൂ കമ്മി ഗ്രാൻഡ് ലഭിച്ചില്ല എന്നുള്ളത് കൊണ്ട് തദ്ദേശഭരണ സ്ഥാപനങ്ങളുടെ വീതം നമ്മൾ വെട്ടിക്കുറച്ചിട്ടില്ല. ഇവിടെ ഈ വർഷങ്ങളെടുത്താൽ 2024-25 30,370 കോടി, 2025-26 32,500 കോടി, 2026-27 35,750 കോടി. ഈ ക്രമത്തിലാണ് ഗ്രാൻഡ് അനുവദിച്ചിരുന്നത്. സർ, അപ്പോൾ റവന്യൂ കമ്മി ഗ്രാൻഡിനെ പ്ലാൻ സൈസുമായി ബന്ധിപ്പിക്കേണ്ട കാര്യം വരുന്നില്ല. അതുമായി ബന്ധിപ്പിക്കാതെ തന്നെ ഇത് നൽകേണ്ട കാര്യമാണ്. മാത്രമല്ല, ഒരു സൗകര്യം ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട്. 16-ാം ധനകാര്യ കമ്മീഷന്റെ ശുപാർശ അനുസരിച്ച് ചില്ലറ വരുമാനം നമുക്ക് കൂടുമല്ലോ. 10,000 കോടിയോളം രൂപ അധികം കിട്ടുന്ന നിലയുണ്ടല്ലോ. അതുകൂടി കണക്കിലെടുത്തുകൊണ്ടുള്ള നടപടിയാണ് സ്വീകരിക്കേണ്ടത്. സർ, തദ്ദേശഭരണ സ്ഥാപനങ്ങൾക്ക് പണം കുറയുന്നു എന്ന് വരുമ്പോൾ, അവർക്ക് പ്രവർത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ, അതിൻ്റെ ഭാഗമായി അവിടെ മുൻഗണന അർഹിക്കുന്ന ഭിന്നശേഷിക്കാർ, വയോജനങ്ങൾ, പാലിയേറ്റീവ് രോഗികൾ, കിടപ്പ് രോഗികൾ, അതിദരിദ്രർ, അഗതികൾ, വനിതകൾ, ഇങ്ങനെ വിവിധ വിഭാഗങ്ങൾക്ക് നൽകേണ്ട സേവനങ്ങളും ആനുകൂല്യങ്ങളുമാണ് നൽകാൻ കഴിയാതെ വരുന്നത്. സർ, ഇവിടെ നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ തദ്ദേശഭരണ സ്ഥാപനങ്ങളും ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തോടെ കഴിഞ്ഞ ബജറ്റിൽ വകയിരുത്തിയ തുക അതനുസരിച്ച് വിവിധ പദ്ധതികൾ അംഗീകരിച്ചിട്ടുണ്ട്. വാർഡ് സഭകൾ ചേർന്നുകൊണ്ടാണ് ആ പദ്ധതിയുടെ നിർവഹണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് ഇല്ലാതാകുമ്പോൾ പാലിയേറ്റീവ് കെയർ, ഡയാലിസിസിന് വിധേയരായവർക്കുള്ള സഹായം, കോക്ലിയർ ഇംപ്ലാന്റേഷൻ, കുടുംബശ്രീ ജനകീയ ഹോട്ടലുകളുടെ തുറന്നു നടത്തിപ്പ്, വയോമിത്രം പദ്ധതി, ബഡ്സ് സ്കൂൾ പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയാണ് വരുന്നത്. സർ, ഇത് അടിയന്തരമായി തിരുത്തേണ്ടതാണ്. അദ്ദേഹം തിരുത്തുമെന്നൊരു വാചകമേ കണ്ടില്ല, അതിൻ്റെ ഒരു സമീപനവും കണ്ടില്ല. അതുകൊണ്ടാണ് ഇവിടെ നെഹ്റുവിയൻ നയം നേരത്തെ ഉപേക്ഷിക്കുന്ന നില സ്വീകരിച്ചു. ഇപ്പോൾ ഗാന്ധിയെയും കൂടി ഉപേക്ഷിക്കുന്ന നിലയാണ് വരുന്നത്. സർ, മഹാത്മാഗാന്ധിയുടെ സങ്കല്പമായിരുന്നു ഗ്രാമസ്വരാജ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഞങ്ങൾ പഞ്ചായത്തിനായി നടപ്പാക്കിയത്. അതാണ് രാജീവ് ഗാന്ധിയുടെ ഭരണകാലത്ത് നടന്നത് എന്നാണ് നിങ്ങളെല്ലാവരും വലിയ തോതിൽ മേനി നടിച്ചിരുന്നത്. പക്ഷേ രാജീവ് ഗാന്ധിയെ അടക്കം ഇപ്പോൾ ഉപേക്ഷിക്കുന്ന നിലയാണ് വന്നിട്ടുള്ളത്. സർ, ഈ നിലപാട് നിർഭാഗ്യകരമാണ്. ഇത് തിരുത്തേണ്ടതാണ്. ഇതിൻ്റെ ഭാഗമായി തദ്ദേശഭരണ സ്ഥാപനങ്ങൾ വലിയ പ്രതിസന്ധിയാണ് നേരിടുന്നത്. ഗവൺമെൻറ്റിൻ്റെ ഈ ജനദ്രോഹ നയത്തിൽ പ്രതിഷേധിച്ചുകൊണ്ട് അത് തിരുത്തുമെന്ന ഒരു സൂചന പോലും മുഖ്യമന്ത്രി നൽകാത്തതിൽ പ്രതിഷേധിച്ചുകൊണ്ട്
ഞാനും എൻ്റെ കക്ഷിയും വോക്കൗട്ട് നടത്തുകയാണ്.